കർമ്മമാർഗത്തിനെ കർമ്മയോഗം ആക്കി തീർക്കണം എന്ന് ഭഗവാൻ കപിലവാസുദേവൻ അമ്മയായ ദേവഹൂതി ദേവിയെ ഉപദേശിച്ചു. ഇങ്ങനെ നിരന്തരമായിട്ട് നിഷ്കാമമായിട്ട് ഭഗവതർപ്പണമായിട്ട് കർമ്മങ്ങളെ ചെയ്യുന്നവൻ, ഫലേച്ഛ കൂടാതെ നിരന്തരമായിട്ട് കർമ്മങ്ങളെ ചെയ്യുന്നവന് ഭക്തിയോഗമോ അഥവാ ജ്ഞാനയോഗമോ സിദ്ധിക്കണു. ഭക്തി, ജ്ഞാനം ഇത് രണ്ടും രണ്ട് നാമധേയങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും, രണ്ട് വഴികളായിട്ട് ആചാര്യന്മാരെ പറയുന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഭഗവാനിൽ എത്തിച്ചേരലാണ് ഏറ്റവും പരമമായ ലക്ഷ്യം. അപ്പോൾ ഭക്തിയോഗം കൊണ്ട് ബ്രഹ്മദർശനമാണ് ലക്ഷ്യമാക്കുന്നത്. ഭക്തിയുടെ രണ്ട് സന്താനങ്ങളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന് നേരത്തെ അനുസ്മരിച്ചു. അതുവഴി ഏകമേവ അദ്വിതീയം ബ്രഹ്മ, എല്ലാം ഈ ബ്രഹ്മം തന്നെയാണ്, അതിൽ ഞാനും ബ്രഹ്മം തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി എന്ന ആ അവസ്ഥയിലേക്ക് എത്തുകയാണ് നിരന്തരമായ കർമാനുഷ്ഠാനം കൊണ്ട്, സ്വധർമാനുഷ്ഠാനം കൊണ്ട് ഒരു യോഗി അഥവാ ഒരു സാധകൻ നേടേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നീട് ഭഗവാൻ ആ ജ്ഞാനയോഗം, കർമ്മയോഗം ചെയ്ത് കിട്ടേണ്ടതായ ജ്ഞാനയോഗത്തിനെ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിക്കണം. അമ്മേ, സർവോപരിയായതും ഏകവുമായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്. അത് അനുഭവിച്ചറിയേണ്ടതാണ്, അത് അനുഭൂതിയായിട്ട് വരേണ്ടതാണ്. എല്ലാത്തിനെയും അറിയുന്ന അറിവാണ് ആ ആത്മാവ്. പരമാത്മാവെന്നോ ഈശ്വരനെന്നോ പുരുഷനെന്നോ ഭഗവാനെന്നോ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾക്ക് പല രൂപത്തിൽ അത് അനുഭവവേദ്യമാവണു. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു ബ്രഹ്മത്തിനെ അറിയാനായിട്ട്, ആ ബ്രഹ്മജ്ഞാനം നേടാനായിട്ട്, ഈശ്വര സാക്ഷാത്കാരം നേടാനായിട്ട് ഏറ്റവും ആദ്യം അനുഷ്ഠിക്കേണ്ടത് വിഷയാസക്തി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നതാണ്. സർവയോഗ സാധനകളിലൂടെയും യോഗികൾ നേടേണ്ടതായിട്ടുള്ളത് പ്രാപഞ്ചിക വിഷയങ്ങളോട് അനാസക്തി, വിഷയവൈരാഗ്യമാണ് വേണ്ടത്. ഏകവും ജ്ഞാനസ്വരൂപിയുമായിരിക്കുന്ന നിർഗുണബ്രഹ്മം ബഹിർമുഖങ്ങളായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളോട് കൂടിയിട്ട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നത് ഭ്രമം കൊണ്ടാണ്. കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ സാധിക്കുന്നതല്ല ഇത്. യഥോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നൊക്കെ ഉപനിഷത്തുക്കൾ പറയും. അപ്പൊ ഇങ്ങനെ ആ ബ്രഹ്മത്തിനെ അനുഭൂതിയാക്കി തീർക്കലാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. മഹത്തത്വം, അഹന്തത്വം, ത്രിഗുണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഏകാദശ ഇന്ദ്രിയങ്ങൾ, ജീവൻ എന്നിവയാൽ ശോഭിക്കുന്ന ഈ സഗുണബ്രഹ്മത്തിൻ്റെ ദേഹമാണ് അണ്ഡാകൃതിയിലുള്ള ഈ ദൃശ്യപ്രപഞ്ചം എന്നൊരു സാധകൻ മനസ്സിലാക്കണം. ഇത് മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധ, ഭക്തി, യോഗചര്യ, മനസ്സംയമനം, നിസ്സംഗത, വിരക്തി, അഷ്ടാംഗയോഗം, പ്രാണായാമം, ധ്യാനം തുടങ്ങിയിട്ടുള്ള ഉപാസനാമാർഗങ്ങളിലൂടെയാണ് ഒരു സാധകന് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുക. ബ്രഹ്മദർശനത്തിന് ഉപയുക്തമായിരിക്കുന്ന ഈ ജ്ഞാനമാണ് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നത്. അതാണ് പ്രകൃതിയുടെയും പുരുഷൻ്റെയും തത്വം. ഈ തത്വം എന്ന് പറയണത്, ഈ ജ്ഞാനം എന്ന് പറയണത് എന്നിൽ പര്യവസാനിക്കുന്നതാണ്, നിർഗുണ സ്വഭാവത്തോടു കൂടിയതുമാണ്. ആ ജ്ഞാനയോഗം തന്നെയാണ് അമ്മേ ഭക്തിയോഗം. ജ്ഞാനയോഗശ്ചമന്നിഷ്ഠോ നൈർഗുണ്യോ ഭക്തിലക്ഷണ ദയോരപ്യേക ഏവാർത്ഥോ ഭഗവത് ശബ്ദലക്ഷണ. ഇത് രണ്ടും, നിർഗുണ സ്വഭാവത്തോടു കൂടിയ ഈ ജ്ഞാനയോഗവും ഭക്തിയോഗവും
എന്നിൽ തന്നെ പര്യവസാനിക്കുന്നതാണ്. അത് രണ്ടും ഞാൻ ആര്, ഭഗവാൻ ആര്, ഈശ്വരൻ ആര് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരേ ഒരു പ്രയോജനത്തോടു കൂടിയതാണ്. അവ തമ്മിൽ ഭിന്നങ്ങളല്ല, വ്യത്യസ്തങ്ങളല്ല. ഉത്തമ ഭക്തനാണ് യഥാർത്ഥ ജ്ഞാനി. യഥാർത്ഥ ജ്ഞാനിയാണ് ഉത്തമ ഭക്തൻ. രണ്ടും ഭിന്നങ്ങളല്ല, ഒന്ന് തന്നെയാണ്. രണ്ട് വഴികളാണ് എന്ന് പറയാമെങ്കിലും രണ്ടിൻ്റെയും പരമലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കാം എന്ന് പറയണത് പോലെ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് കരമാർഗമോ അല്ലെങ്കിൽ ജലത്തിലൂടെയോ അല്ലെങ്കിൽ വിമാനമാർഗത്തിലൂടെയോ സഞ്ചരിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു ജീവാത്മാവിന് പരമാത്മാവിലേക്ക് എത്താൻ, ശരംതു ജീവം പരമേവ ലക്ഷ്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഉള്ള രണ്ട് മാർഗങ്ങളാണ് ഭക്തിയും ജ്ഞാനവും. ആത്യന്തിക തലത്തിൽ രണ്ടും തുല്യങ്ങളാണ്, ഭിന്നങ്ങളല്ല. രണ്ടിൻ്റെയും പ്രയോജനം ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ് എന്നർത്ഥം. ഉപാസകന്റെ രുചിഭേദം അനുസരിച്ച് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഭക്തിയാണെങ്കിൽ ഭക്തി, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം. ഇത് ഭഗവാൻ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ഭക്തിയോഗമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എന്ന് ഭഗവാൻ അവിടെ സൂചിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ളത് ജ്ഞാനം മാത്രം പോരാ, അത് ഭക്തിയോടുകൂടി യോജിച്ചതായിരിക്കണം. കേവലം ജ്ഞാനം കൊണ്ട് സാധിക്കില്ല. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അത് ഭക്തി സമന്വിതമായിരിക്കണം, ഭക്തിയോട് കൂടിയിട്ടായിരിക്കണം. ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം എന്ന് ഭഗവാൻ ദുർവാസാവിനോട് പറയണത് മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊരു കാര്യവും ഭക്തിയോട് കൂടി ചേർന്നതാണെങ്കിലേ, ഭഗവാങ്കൽ അർപ്പിതമായിട്ടുള്ളതാണെങ്കിലേ അതിന് മൂല്യമുള്ളൂ എന്നർത്ഥം. ഭക്തിയാണെങ്കിലും ജ്ഞാനമാണെങ്കിലും കർമ്മമാണെങ്കിലും എന്താണെങ്കിലും അത് ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നതായിരിക്കണം. ഭക്തിയെ കേവലം അവഗണിച്ചുള്ള ജ്ഞാനം ഫലപ്രദമല്ല എന്ന് ബ്രഹ്മാവിന്റെ സ്തുതിയിൽ നിന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഭക്തി എന്ന് പറയണതും ജ്ഞാനം എന്ന് പറയണതും രണ്ടും ഭഗവാനെ അറിയുന്ന മാർഗങ്ങളുടെ രണ്ട് ഭാഗങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം ഭഗവാൻ പറയണു. അനേകം ഗുണങ്ങളോട് കൂടിയ ഒരു പദാർത്ഥം വെവ്വേറെ വ്യാപാരങ്ങളോട് കൂടിയ ഇന്ദ്രിയങ്ങളാൽ വ്യത്യസ്തങ്ങളായിട്ട് അനുഭവപ്പെടുന്നു. അതേപോലെ ഒരേ ഒരു ഈശ്വരൻ നാനാശാസ്ത്രങ്ങളിൽ വ്യത്യസ്ത രൂപനായിട്ട് അനുഭവപ്പെടുന്നു. അനേക ഗുണങ്ങളോട് കൂടിയ ഒരു പദാർത്ഥം ഓരോ ഇന്ദ്രിയത്തിനും ഓരോന്നായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് ഭഗവാൻ ഉദാഹരിച്ചത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ളതും സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തതുമായ ഒരു മധുര പദാർത്ഥം നമ്മൾ സങ്കല്പിക്കുക. കാണാൻ ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ണിന് നയനസുഖത്തിനെ നൽകണു. നല്ല സുഗന്ധമുണ്ട് എന്ന് വരുമ്പോൾ അത് നാസികയ്ക്ക് സൗരഭ്യത്തിനെ പ്രദാനം ചെയ്യണു. അത് കഴിക്കുമ്പോൾ രസനയ്ക്ക് അഥവാ നാവിന് മധുരരസവും പ്രദാനം ചെയ്യുകയാണ്. അപ്പോൾ ഒരേ ഒരു പദാർത്ഥം, ഒരേ ഒരു ആഹാര പദാർത്ഥം മൂന്ന് ഇന്ദ്രിയങ്ങൾക്ക് മൂന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. കണ്ണിന് ദൃശ്യമായിട്ടും നാവിന് മധുരമായിട്ടും മൂക്കിന് സുഗന്ധമായിട്ടും അനുഭവപ്പെടുന്നു. എന്നാൽ ഇതേ ആഹാര പദാർത്ഥം മൂന്ന് ഇന്ദ്രിയങ്ങൾക്ക് മൂന്നായിട്ട് അനുഭവപ്പെട്ടത് ഉദരത്തിൽ ചെല്ലുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നാനാത്വം ഇല്ല, ഏകമാവുന്നു. നാനാത്വത്തിൽ ഏകത്വം. പഞ്ചേന്ദ്രിയങ്ങള് ഈശ്വരനെ അറിയുന്നത് ഇതേപോലെയാണ് എന്നർത്ഥം. പഞ്ചേന്ദ്രിയങ്ങളാം അന്ധർക്കോരാനയായി എന്ന് പണ്ടൊരു കവി പാടിയതുപോലെ, അന്ധന്മാര് ആനയെ കണ്ടതുപോലെ എന്ന് വേണമെങ്കിൽ ഏകദേശം നമുക്ക് പറയാം. കാല് പിടിച്ചവൻ പറഞ്ഞു
ആനയുടെ കാലുമ ചെന്ന് സ്പർശിച്ചവൻ പറഞ്ഞു ആന തൂണ് പോലെയാണ്. വാലുമ പിടിച്ചവൻ പറഞ്ഞു ചൂല് പോലെയാണ്. ചെവിമ പിടിച്ചവൻ പറഞ്ഞു മുറം പോലെയാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നായിട്ട് പറയുന്നത് പോലെ ഓരോ ഇന്ദ്രിയം ഒരേ വസ്തുവിനെ ഓരോന്നായിട്ട് കാണണു. ഒരേ ആഹാര പദാർത്ഥം മൂന്നിന്ദ്രിയങ്ങൾക്ക് മൂന്നായിട്ട് തോന്നിയെങ്കിലും ഉദരത്തിൽ ചെല്ലുമ്പോൾ ഒരേ ഒരവസ്ഥ ആയിത്തീരുന്നത് പോലെ, നാനാത്വം ഇല്ലാതായിരുന്നത് പോലെ ഒരേ ഒരു ഈശ്വരൻ ഉപാസനാഭേദമനുസരിച്ച് പല രൂപങ്ങളിൽ കാണപ്പെടുന്നു. നവനീത കൃഷ്ണനായിട്ടും നരസിംഹമൂർത്തിയായിട്ടും മഹാദേവനായിട്ടും ജഗദംബികയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയായിട്ടും മഹാദേവനായിട്ടും പല 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 രൂപങ്ങളിൽ കാണുന്നു. ഏകമേവാദ്വിതീയം ബ്രഹ്മ. ഇങ്ങനെ ഉപാസകനായിട്ട് പല രൂപങ്ങളിൽ കൽപ്പിക്കണു എന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയകമലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരന് നാനാത്വ കൽപ്പന അപ്രസക്തമാണ്. കാരണം അവികാരം, അജം, ശുദ്ധം, നിർഗുണം, യദ് നിരഞ്ജനം. രൂപമോ അതുകൊണ്ട് തന്നെ നാമമോ കൽപ്പിക്കാൻ സാധിക്കാത്ത ചൈതന്യമാണ് ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്നർത്ഥം. അങ്ങനെയുള്ള ഈശ്വരനെ അഥവാ ബ്രഹ്മത്തിനെ ശാസ്ത്രങ്ങളിലൂടെ മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ബ്രഹ്മസൂത്രത്തിൽ പറയും ശാസ്ത്രയോനിത്വാദ് എന്ന്. ഇങ്ങനെയുള്ള ആ ബ്രഹ്മജ്ഞാനത്തിന്, ഈശ്വരനെ അറിയുന്നതിന്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയുക്തമായിരിക്കുന്ന ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. സാഖ്യം, യോഗം, വേദാന്തം തുടങ്ങിയിട്ടുള്ളത്. അവ അവലംബിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തങ്ങളാവാം. യോഗത്തിൽ പറയുന്നതാവില്ല വേദാന്തത്തിൽ, അത് ആവില്ല സാഖ്യത്തിൽ. ഇങ്ങനെ അതിൽ വിവരിക്കുന്ന വസ്തുതകൾ വേറെ വേറെ ആണെങ്കിലും മാർഗങ്ങൾ വേറെ വേറെ ആണെങ്കിലും അതിലൂടെ അറിയപ്പെടുന്നത്, ലക്ഷ്യമാക്കുന്നത് ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം ഒന്ന് മാത്രമാണ്. അനേക ശാസ്ത്രം ബഹുവേദിതവ്യം. അനേക ശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ ആ ശാസ്ത്രങ്ങളിലെല്ലാം ഭാഗവതം പോലുള്ള ശാസ്ത്രത്തിലും പറയുന്നത് ആ ബ്രഹ്മത്തിനെ കുറിച്ചിട്ടാണ്, ചൈതന്യത്തിനെ കുറിച്ചിട്ടാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിർവ നിവൃത്തിർവ നിത്യേന കൃതകേനവ പുംസാം ഏനോപദിശ്യേത തച്ഛാസ്ത്രം അഭിധീയതേ. പ്രവൃത്തി മാർഗങ്ങളെക്കുറിച്ചും നിവൃത്തി മാർഗങ്ങളെക്കുറിച്ചും മനുഷ്യനെ ഉപദേശിക്കുന്നത്, നിർദ്ദേശിക്കുന്നത് ശാസ്ത്രം. അപ്പൊ ഇങ്ങനെയുള്ള സകല ശാസ്ത്രങ്ങളിലും നിർദ്ദേശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നത്, വർണ്ണിക്കപ്പെടുന്നത് ഒരേ ബ്രഹ്മത്തിനെ തന്നെയാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തിനെ അറിയലാണ് വേണ്ടത്. ഇനി ആ ഭഗവാനെ മനസ്സിനകത്ത് അറിയാനായിട്ട്, പ്രകാശിപ്പിക്കാനായിട്ട്, സാക്ഷാത്കരിക്കാനായിട്ടുള്ള മാർഗങ്ങളെ ഭഗവാൻ പറഞ്ഞു കൊടുക്കണു. പൂർത്തകർമ്മം, യാഗം, ദാനം, തപസ്, വേദോച്ചാരണം, വേദാർത്ഥ വിചാരം, ഇന്ദ്രിയജയം, മനോജയം, കർമ്മസമർപ്പണം, അഷ്ടാംഗയോഗം, ഭക്തിയോഗം, പ്രവൃത്തിമാർഗം, നിവൃത്തിമാർഗം, ധർമാചരണം, ആത്മതത്വജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ മാർഗങ്ങളെ കൊണ്ട് ഗുണാതീതനായിരിക്കുന്ന, സ്വയം പ്രകാശനായിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കണു. എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ട് ക്രമേണ അന്ത്യദശയിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് സായുജ്യപ്രാപ്തിക്കുള്ള ഉപായങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പൂർത്തകർമ്മം, യാഗം, ദാനം, തപസ് തുടങ്ങിയവ. അഗ്നിഹോത്രം തുടങ്ങിയുള്ള യാഗങ്ങളെയാണ് ഇഷ്ടം എന്ന് പറയുക. ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായിട്ട്, പരോപകാരപ്രദങ്ങളായിട്ടുള്ള തണ്ണീർ പന്തൽ നിർമ്മിക്കുക, കിണർ കുഴിക്കുക, കുളം കുഴിക്കുക, ദേവാലയങ്ങൾ സ്ഥാപിക്കുക, ഇതൊക്കെയാണ് പൂർത്തം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രങ്ങൾക്കനുസരിച്ച് സൽപാത്രത്തിൽ ദ്രവ്യം സമർപ്പിക്കുന്നതാണ് ദാനം. മനസ്സിനെ ലൗകിക വ്യാപാരങ്ങളിൽ നിന്ന് വിരമിപ്പിച്ച് ഉപാസനാമൂർത്തിയിൽ
ഏകാഗ്രമായിട്ട് ചെയ്യുന്ന ധ്യാനമാണ് തപസ്. വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും അധ്യയനം ചെയ്യുന്നതാണ് വേദാധ്യയനാണ് സ്വാധ്യായം. മർശനം എന്ന് പറഞ്ഞാൽ വേദാർത്ഥ വിചാരം. ഇങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഇതേപോലെ ജയിച്ച്, അതായത് അഷ്ടാംഗയോഗത്തിലൂടെ മനസ്സിനെയും ശരീരത്തിനെയും ജയിച്ച് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഭാഗവതധർമ്മം നിഷ്കാമം, വർണ്ണാശ്രമധർമ്മങ്ങൾ സകാമം. ഇങ്ങനെ സകാമ നിഷ്കാമ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. ആദ്യം വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അത് സകാമം. പിന്നെ ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അത് നിഷ്കാമം. എന്ന് പറഞ്ഞാൽ ആദ്യം പ്രവൃത്തി മാർഗത്തിനെ അവലംബിക്കുക, പിന്നീട് നിവൃത്തി മാർഗത്തിലേക്ക് എത്തുക. നേരത്തെ പറഞ്ഞ ഇഷ്ടാപൂർത്തങ്ങളെല്ലാം പ്രവൃത്തി മാർഗമാണ്. ഇന്ദ്രിയ നിഗ്രഹം, സന്യാസം, തപസ് തുടങ്ങിയവ നിവൃത്തി മാർഗമാണ്. അമ്മേ, ഈ സന്യാസം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട്. കാമ്യകർമ്മങ്ങളിൽ നിന്ന് വിരമിക്കലാണ് ഒന്നാമത്തെ വിഭാഗം, സന്യാസാശ്രമത്തിനെ സ്വീകരിക്കലാണ് രണ്ടാമത്തെ വിഭാഗം. ഇങ്ങനെ രണ്ട് തരത്തിൽ, അതായത് ഭൗതികമായിട്ടും മാനസികമായിട്ടും രണ്ട് തരത്തിൽ സമ്യക്കായിട്ട് നസിക്കുന്നതാണ് സന്യാസം. ഇങ്ങനെ സാത്വികം, രാജസം, താമസം, നിർഗുണം എന്നീ 4 പ്രകാരത്തിലുള്ള ഭക്തിയോഗവും അതുപോലെ തന്നെ ആ ഭഗവാൻ സ്വരൂപമായിരിക്കുന്ന കാലസ്വരൂപവും ഭഗവാൻ ദേവഹൂതി ദേവിക്ക് പറഞ്ഞു കൊടുത്തു. അമ്മേ, ഈ സംസാരത്തിൽ ആത്മജ്ഞാനമില്ലാത്തവർക്ക്, ദേഹാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാവണില്ല തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സംസാര ദുഃഖത്തിൻ്റെ കാരണം അവിദ്യ അഥവാ അജ്ഞാനമാണ്. അവിദ്യയുടെ അഥവാ അജ്ഞാനത്തിൻ്റെ ഫലമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ അനുഭവമാണ്, കർമ്മങ്ങളുടെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് സംസാരികൾ, വിഷയാസക്തന്മാർ, ആത്മജ്ഞാനമില്ലാത്തവർ മനസ്സിലാക്കണില്ല. താൻ താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന സത്യം അവർ മനസ്സിലാക്കണില്ല. അവരുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ബഹിർമുഖങ്ങളായതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്ന വസ്തുക്കൾ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അവയിൽ രമിക്കണു. അവരെല്ലാം അസുവിൽ രമിക്കണു, അസുര സ്വഭാവമുള്ളവരായി തീരണു എന്നർത്ഥം. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം വരുത്താനോ അതുവഴി ആത്മപരിശോധന നടത്താനോ അതിലൂടെ ആത്മജ്ഞാനം നേടാനോ അവർ ശ്രമിക്കണില്ല. അപ്പോൾ ആ ഈശ്വരൻ്റെ ചൈതന്യത്തിനെ മനസ്സിലാക്കണില്ല. ഈ ദേഹത്തിനെ സ്വീകരിക്കുമ്പോൾ ഈശ്വരൻ്റെ പ്രതിഫലനമായ, ഈശ്വരൻ്റെ അംശമായ ആ ജീവൻ അനുഭവിക്കുന്നത് അവനവൻ തന്നെ അനുഭവിക്കുന്ന, അവനവൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. ഈശ്വരൻ എന്നത് നിർഗുണനാണ്, കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. പക്ഷേ ആ പരമാത്മാവ് ഓരോ ശരീരത്തിലും പ്രതിഫലിക്കുമ്പോൾ ജീവൻ എന്ന ചൈതന്യമായി തീരുന്നു, അതായത് ബദ്ധനായി തീരുന്നു. ഈശ്വരൻ മുക്തൻ, ജീവൻ ബദ്ധൻ. രണ്ടും ആത്മാവ് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. എങ്കിലും ദേഹപ്രവേശം കൊണ്ട്, ദേഹാഭിമാനം കൊണ്ട് ജീവാത്മാവ് ബദ്ധൻ, സർവേശ്വരൻ മുക്തൻ. അപ്പോൾ പ്രാണങ്ങൾ ശരീരാധിപതിയായിരിക്കുന്ന ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭോക്തൃത്വമുണ്ട് എന്നാണ്. പ്രാണവത ശബ്ദാത് എന്നൊക്കെ ബ്രഹ്മസൂത്രത്തിൽ കാണാം. ഇങ്ങനെ ആ പരമാത്മാവ് അഥവാ ഈശ്വരൻ മുക്തനും ജീവാത്മാവ് അഥവാ ശരീരം സ്വീകരിച്ചവൻ
ബദ്ധനുമാണ്. ഏകാദശ സ്കന്ധത്തില്, ഏകാദശ അധ്യായത്തില് ഈ ബന്ധന്റെയും മുഖതന്റെയും വ്യത്യാസങ്ങൾ അവിടെ കാണാം. ശ്വേതാശ്വര ഉപനിഷത്തിലും മുണ്ടക ഉപനിഷത്തിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു സൂക്തമുണ്ട്. ദ്വാസുവർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദത്യന്യോ അഭിജാകശീതി എന്ന് പറയുന്ന ഒരു സൂക്തം അവിടെ കാണാം. ഒരുപോലെയുള്ളവയും പരസ്പര സ്നേഹിതന്മാരുമായിട്ടുള്ള രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിലിരിക്കണു. അവയിൽ ഒരു പക്ഷി സ്വാദുള്ള ഫലം തിന്നണു, മറ്റേത് നോക്കിയിരിക്കുക മാത്രം ചെയ്യണു. ഇവിടെ ഉദാഹരിക്കുന്നത് വൃക്ഷം എന്ന് പറയുന്നത് ശരീരം, ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷം. ഫലം ഭുജിക്കുന്ന പക്ഷി അത് ജീവാത്മാവ്. നോക്കിയിരിക്കുന്ന പക്ഷി അത് പരമാത്മാവ്, ഈശ്വരൻ. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് കർത്തൃത്വം, ശരീരം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യണത്. അത് 16 ഘടകങ്ങളുള്ള ലിംഗശരീരമാവാം. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ശബ്ദാദി വിഷയങ്ങളും മനസ്സും ഉൾപ്പെടെയുള്ള 16 ഘടകങ്ങൾ ചേർന്ന ലിംഗശരീരം. അപ്പം അങ്ങനെ ശരീരത്തിന് കർത്തൃത്വം, അതിനെ വഹിക്കുന്ന ജീവാത്മാവിന് ഭോക്തൃത്വം. എന്നാൽ ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പരമാത്മാവിന് ദ്രഷ്ടൃത്വം. അപ്പോൾ പരമാത്മാവ് എന്ന് പറയുന്നത് ദ്രഷ്ടാവ്, ജീവാത്മാവ് ഭോക്താവ്, ശരീരം എന്ന് പറയുന്നത് കർത്താവ്. അപ്പൊ കർമ്മം ചെയ്യണത് ശരീരമാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഭോക്താവായിരിക്കുന്ന ജീവാത്മാവാണ്. അതുകൊണ്ട് ആ ജീവാത്മാവിന് കർമ്മബന്ധം വരികയും സംസാരത്തിൽ കിടന്ന് ഉഴലുകയും ചെയ്യണു. പരമാത്മാവ് ദ്രഷ്ടാവ് മാത്രമായതുകൊണ്ട്, സാക്ഷി മാത്രമായതുകൊണ്ട്, നിസ്സംഗനായതുകൊണ്ട്, നിഷ്കർമ്മിയായതുകൊണ്ട് കർമ്മബന്ധം ഉണ്ടാവണില്ല എന്നർത്ഥം. അതുകൊണ്ട് അമ്മേ, ഒരു ജീവാത്മാവിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് അവൻ്റെ കർമ്മമാണ് എന്നർത്ഥം. പ്രധാനമായിട്ട് 6 തരത്തിലുള്ള കർമ്മങ്ങളാണ്, 6 തരത്തിലുള്ള ഗതിവിശേഷങ്ങളാണ് ഓരോ ജീവന്മാർക്കും കർമ്മം കൊണ്ടുണ്ടാകുന്നത്. ഇപ്പൊ താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന വാക്യമനുസരിച്ച് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ജീവനും അതാത് ഗതികൾ ഉണ്ടാവണം. പ്രധാനമായിട്ട് ഭാഗവതം 6 തരത്തിലുള്ള ഗതിവിശേഷങ്ങളെ പറയണു, ഓരോ ജീവനും അവനവൻ്റെ കർമ്മത്തിന് അനുസരിച്ച്. ഒന്നാമത്തേത്, മായയുടെ സ്വാധീനത്തിന് വശംബദ്ധരായിട്ട് ഈ സംസാരഭോഗങ്ങളിൽ വ്യാപൃതനായിട്ട് കഴിയുന്നവൻ, അവന് മരണാനന്തരം നരകഗതിയാണ് ആ വിഷയാസക്തന്. നരകയാതന തീർന്നാലോ അവന് ഭൂമിയിൽ മനുഷ്യനായിട്ട് അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള കർമ്മശിഷ്ടം കൊണ്ട് ജനിക്കണു. അതായത് അവൻ്റെ പൂർവ്വകർമ്മത്തിനനുസരിച്ച് മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ പുണ്യവും പാപവും അവനെ തേടി വരണു എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ആൾക്കാരെ പറയണു, ഭക്തി മാർഗത്തിൽ പ്രയത്നിച്ച് സാലോക്യാദി മുക്തികൾ പ്രാപിച്ചവർ. ഇവർക്ക് പുനർജന്മം ഇല്ലെങ്കിലും ചിലപ്പോൾ ശ്രുതി ഉണ്ടാവാം. ജയവിജയന്മാർക്ക് സനകാദികളുടെ ശാപം കിട്ടിയിട്ട് അസുരന്മാരായതുപോലെ. ഇനി മൂന്നാമത്തെ വിഭാഗം, കർമ്മമാർഗത്തിലൂടെ പിതൃയാന സാധിച്ച് സ്വർഗസുഖം അനുഭവിക്കുന്നവർ. അവർക്ക് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, സൽക്കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ, അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജന്മമുണ്ടാവും. നാലാമത്തെ വിഭാഗമുണ്ട്, നിവൃത്തി മാർഗത്തിനെ അവലംബിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വൈരാഗ്യാദികൾ ശീലിച്ച് ജീവനെ ബാധിച്ച മായാബന്ധത്തിനെ ഇല്ലാതാക്കി ജീവൻ മുക്തരായവർ. ഇവർക്ക് ശരീരം ഉണ്ടാവും, പക്ഷേ അവർക്ക് പരമാത്മാവുമായിട്ട് ഐക്യം പ്രാപിച്ചവരാണ്. ശ്രീശുകാദികളും അതുപോലെ ശ്രീശുക ബ്രഹ്മർഷിയും അതുപോലെ തന്നെ നാരദ മഹർഷിയൊക്കെ ഉദാഹരണം. ഇനി അഞ്ചാമതൊരു വിഭാഗമുണ്ട്,
നിവൃത്തി മാർഗത്തിനെ തന്നെ സ്വീകരിച്ച് ജ്ഞാനം, യോഗം തുടങ്ങിയവയിലൂടെ ദേഹത്യാഗം ചെയ്ത് സദ്യോമുക്തി കൈവരിക്കുന്നവർ, നിഷ്കാമരായുള്ള യോഗികളുടെ മാർഗം. ഇനി ആറാമത്തെ വിഭാഗം പറയണു. സദ്യോമുക്തിക്ക് പകരം മകർലോഹങ്ങളെ പോലെയുള്ള ഊർധ്വലോക സുഖങ്ങൾ അനുഭവിച്ച് ദ്വിപരാർത്ഥ അവസാനം വരെ ബ്രഹ്മലോകത്തിനെ വസിച്ച് സാവധാനം മുക്തി സമ്പാദിക്കുന്നവർ, സകാമരായുടെ യോഗികൾക്കുള്ള ക്രമമുക്തി പറഞ്ഞു. ഇങ്ങനെ 6 തരത്തിലുള്ള ജീവഗതിയെ പറഞ്ഞു. കർമ്മത്തിനനുസരിച്ച്, ഓരോ ജീവകളുടെയും കർമ്മത്തിനനുസരിച്ച് അവരുടെ ജീവന്റെ ഗതി. ഒന്നാമത്തേത് മായയിൽപ്പെട്ട് നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന സംസാരികൾ. രണ്ടാമത്തേത് ഭക്തിമാർഗത്തിൽ പ്രയത്നിച്ച് സാലോക്യത്തിലെത്തിയവർ. മൂന്നാമത്തേത് പിതൃയാനത്തിലൂടെ സ്വർഗത്തിലെത്തി പുണ്യം കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നവർ. നാലാമത്തേത് നിവൃത്തി മാർഗത്തിനെ അവലംബിച്ച് ജീവൻ മുക്തരായവർ. അഞ്ചാമത്തേത് നിവൃത്തി മാർഗത്തിനെ സ്വീകരിച്ച് സദ്യോമുക്തി പ്രാപിക്കുന്ന യോഗികൾ. ആറാമത്തേത് നിവൃത്തി മാർഗത്തിനെ സ്വീകരിച്ച് ക്രമമായിട്ട് ഊർധ്വലോകങ്ങൾ അനുഭവിച്ച് ക്രമമുക്തി പാലിക്കുന്നവർ. ഇങ്ങനെ 6 തരത്തിലാണ് ഓരോ സാധകർക്ക്, ഓരോ ജീവന്മാർക്ക് കർമ്മത്തിനനുസരിച്ച് മുക്തി കിട്ടണത് എന്ന് പറയുന്നു ഭഗവാൻ. ഇങ്ങനെ ഓരോ ജീവാത്മാക്കൾക്കും അവർക്ക് അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർക്ക് വേണ്ടതായിട്ടുള്ള ഫലങ്ങളെ കിട്ടണത് അമ്മേ എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിരന്തരമായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ, അത് യോഗിയായാലും ഗൃഹസ്ഥനായാലും ഏത് ആശ്രമത്തിലുള്ളവനാണെങ്കിലും ശരി, അവൻ്റെ കർമ്മത്തിനെ ഭഗവതർപ്പണമായിട്ട് നിഷ്കാമമായിട്ട് ചെയ്യുന്ന സമയത്താണ് അവൻ ശ്രേയസ്സിലേക്ക് എത്തുന്നത്. എന്നുവെച്ചാൽ പുനരാവർത്തതേ എന്ന അവസ്ഥയിലേക്ക് എത്തണത്. കർമ്മങ്ങളെ സകാമമെന്നും നിഷ്കാമമെന്നും പറയുന്നു. നിഷ്കാമകർമ്മികൾ എല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്യുന്നത് കൊണ്ട്, ഫലേച്ഛ കൂടാതെ ചെയ്യുന്നത് കൊണ്ട് അവർ ജനനമരണ സ്വരൂപമായിരിക്കുന്ന സംസാരത്തിലേക്ക് പ്രവേശിക്കാതെ ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കണം. അവർക്ക് പ്രാരബ്ധകർമ്മം ഉണ്ടാവണില്ല. ഭഗവാന്റെ ഭക്തി ഒന്നുകൊണ്ട് തന്നെ സകല കർമ്മങ്ങളെയും, പ്രാരബ്ധം, സഞ്ചിതം, ആഗമം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളെയും അവരെ നശിപ്പിച്ച് ഭഗവാങ്കലേക്ക് എത്തുന്നു നിഷ്കാമകർമ്മികൾ. അവർ ലോകത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യണത് എന്നർത്ഥം. ആ നിഷ്കാമകർമ്മമാണ് ഏറ്റവും വൈശിഷ്ട്യമേറിയത്, മാഹാത്മ്യമേറിയത്, ഏറ്റവും പരമോന്നത അവസ്ഥയിലേക്ക് എത്താനുള്ള, മോക്ഷത്തിലേക്ക് എത്താനുള്ള മാർഗം. സകാമമാണെങ്കിൽ അത് 2 തരത്തിലുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിൽ സ്വാർത്ഥവുമുണ്ട്, അതുപോലെ തന്നെ സ്വാർത്ഥം വരുന്നത് കൊണ്ട്, സകാമം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ ലാഭത്തിനാണ്, തനിക്കും തൻ്റെ സഹജീവികൾക്കും വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അതിൽ പുണ്യവും ഉണ്ടാവാം പാപവും ഉണ്ടാവാം. പുണ്യമാണെങ്കിൽ സദ്ഫലങ്ങൾ ലഭിക്കണു, പാപമാണെങ്കിൽ അതിൻ്റെ ദുഷ്ഫലങ്ങൾ ലഭിക്കണു. അവർ 2 കൂട്ടരും പുണ്യം ചെയ്താലും പാപം ചെയ്താലും അവർക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരുന്നു. സകാമിയായ ഒരുത്തൻ പുണ്യകർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും എന്നാണ്. അതുകൊണ്ട് ഭാഗവതം പറയണത്, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ സകാമിയാവരുത്, അല്ലെങ്കിൽ സകാമിയായിട്ട് കർമ്മങ്ങൾ ചെയ്യരുത് എന്നാണ്.
സ്വർഗകാമോ യജേത, യജ്ഞങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്. പക്ഷേ ഒരു ഉദ്ദേശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താലും അത് അത്യന്തം ശ്രേയസ്കരമല്ല. കാരണം എപ്പോൾ പുണ്യം തീരുന്നുവോ അപ്പോൾ വീണ്ടും മറ്റൊരു ദേഹത്തിനെ സ്വീകരിക്കേണ്ടി വരും ആ പുണ്യകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ദേഹത്തിനെ സ്വീകരിക്കലല്ല ശ്രേയസ്. പുണ്യമാണെങ്കിൽ പോലും, പാപമാണെങ്കിൽ വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചിത്രകേതുവിന് വൃത്രാസുരനായിട്ട്, ഭരതൻ എന്ന രാജാവിന് മാൻകുട്ടിയായിട്ട്, ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിന് ആനയായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഭാഗവത്തിൽ നമുക്ക് കാണുന്നു. അപ്പോൾ പാപം ചെയ്താൽ മറ്റൊരു ശരീരത്തിനെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പക്ഷേ പുണ്യം ചെയ്യുന്നവനും സകാമിയായിട്ട് ചെയ്യരുത് എന്ന് ഭാഗവതത്തിലൂടെ, കപിലവാസുദേവന്റെ വാക്കുകളിലൂടെ ദേവഹൂതിക്ക് എന്നതുപോലെ ദേവനെ ആഹ്വാനം ചെയ്യുന്ന നമ്മളോട്, ദേവഹൂതിമാരായ നമ്മളോട് ഭഗവാൻ ഉപദേശിക്കണു, ഭാഗവതം ഉപദേശിക്കണു. അപ്പോൾ പാപങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പുണ്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് കാമ്യഭാവത്തോട് കൂടിയിട്ട്, ഫലേച്ഛയോട് കൂടിയിട്ട് ചെയ്യരുത്. അഹൈതുക്യപ്രതിഹത യാത്മാ സംപ്രസീദതി എന്ന പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞ പോലെ നിഷ്കാമവും നിരന്തരവുമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യപ്രതിഹത യാത്മാ സംപ്രസീദതി. ഭഗവാൻ സന്തോഷിക്കുന്ന കർമ്മങ്ങളായിരിക്കണം. അവനവന് സന്തോഷം തോന്നുന്നത് സ്വാർത്ഥ കർമ്മങ്ങളാണ്. ഭഗവാൻ സന്തോഷിക്കുന്ന കർമ്മങ്ങളായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ ഭഗവതർപ്പണമായിരിക്കണം, നിഷ്കാമമായിരിക്കണം എന്നർത്ഥം. ഭഗവാൻ സന്തോഷിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മങ്ങൾ. അത് യാതൊരു കാരണവും കൂടാതെ ആയിരിക്കണം, ഫലേച്ഛ കൂടാതെ ആയിരിക്കണം. അഹൈതുകി അപ്രതിഹത. ഇങ്ങനെ ഭഗവത് പ്രീതികരമായിരിക്കുന്ന സംസിദ്ധർ ഹരിതോഷണം എന്ന രീതിയിൽ ഭഗവത് പ്രീതികരമായിരിക്കുന്ന നിഷ്കാമവും നിരന്തരവുമായിട്ടുള്ള കർമ്മങ്ങളാണ് ഒരു ജീവാത്മാവ് സദാ അനുഷ്ഠിക്കേണ്ടത്. അതാണ് മനുഷ്യന് അത്യന്തം ശ്രേയസ്കരമായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ജനനഭരണപങ്കിലമായിരിക്കുന്നതായ ഈ സംസാരമാർഗത്തിൽ കിടന്ന് ക്ലേശിക്കേണ്ടി വരും അമ്മേ. അതുകൊണ്ട് നിഷ്കാമവും നിരന്തരവുമായ നിർമ്മലവുമായ ഭക്തി കൊണ്ട് ഭഗവാനെ നിരന്തരം ഉപാസിക്കുകയാണ് വിവേകിയായ ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്ന് കർമ്മങ്ങളെ കർമ്മയോഗത്തിലേക്ക് നയിക്കണം എന്ന് ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ കപിലവാസുദേവൻ അമ്മയായ ദേവഹൂതി ദേവിക്ക് എന്നതുപോലെ നമ്മളാകുന്ന സംസാരികളായ മനുഷ്യരെ ഉപദേശിക്കണു. നിഷ്കാമ കർമ്മമാണ് ശ്രേയസ്കരം എന്ന്.